മങ്കുടത്തിന്റെ വിഷയത്തിൽ ഒരു നിർണായക സാക്ഷിയെ കിട്ടിയിരിക്കുകയാണ്. ഇര നൽകിയ മൊഴിയെ വലിച്ചു കീറി ഒട്ടിക്കാൻ പാകത്തിലുള്ള വെളിപ്പെടുത്തലുമായി എത്തിയത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആരോപണ വിധേയായ യുവതി നൽകിയ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുലിനെ പൂട്ടാനുള്ള സകല വിവരങ്ങളും ആ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാച്ചിക്കുറയ്ക്കുള്ള മൊഴിയിൽ രാഹുലിനെ അതിഭീകരനായ കുറ്റവാളിയായിട്ടായിരുന്നു ചിത്രീകരിച്ചത്. ഈ മൊഴി തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മാധ്യമങ്ങളോട് സത്യം കൂടി അന്വേഷിക്കണമെന്നാണ് പറയാനുള്ളത്. യുവതിയുടെ മൊഴി പരിശോധിക്കുന്നതിന് മുൻപ് ആ മൊഴിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സന്ദീപ് വാര്യർ. ഇവിടെ BJP അനുഭാവിയായ ഒരു വ്യക്തിയാണ് ആ യുവതിയെ വിവാഹം കഴിച്ചത്. സ്വാഭാവികമായും പഴയ BJP-കാരനായ സന്ദീപിന് ആ കുടുംബത്തെ വ്യക്തിപരമായി അറിയാൻ സാധിക്കും. യുവതിയുടെ വിവാഹത്തിനടക്കം സാക്ഷിയായ സന്ദീപാണ് യുവതിയുടെ മൊഴിയിലെ കള്ളങ്ങൾ പൊളിച്ചടക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമാണ് എന്നാണ് പരാതിക്കാരിയായ യുവതി പറയുന്നത്. 2024 ഓഗസ്റ്റ് 22-നാണ് തന്റെ വിവാഹം നടന്നത് എന്ന് യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു. ഈ കള്ളമാണ് ഇവിടെ സന്ദീപ് വാര്യർ പൊളിച്ചടുക്കിയത്. സന്ദീപ് പറയുന്നത് ഇങ്ങനെയാണ്: കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ ഈ വിഷയം ആരംഭിക്കുന്നത്. രാഹുൽ ഈശ്വർ ചാനലുകളിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ താൻ പങ്കെടുത്തതാണ് എന്ന് സന്ദീപ് ഇവിടെ വെളിപ്പെടുത്തുന്നു. അവരുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടിയുടെ ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് സത്യമാണ്. ഇതെനിക്ക് അറിയാവുന്ന സത്യമാണ്. മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹ മോചിതരല്ല എന്ന സത്യം കൂടി സന്ദീപ് വാര്യർ ഇവിടെ തുറന്നു വെക്കുകയാണ്. ഗുരുവായൂരിൽ താലി കെട്ടി തുടങ്ങിയ ബന്ധം തലസ്ഥാനത്ത് ഏറെ നാളായി താമസിച്ചാണ് മുന്നോട്ട് പോയത്. പിന്നീട് അത് വെറും 4 ദിവസം മാത്രമാണ് എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് മനസ്സിലാകുന്നില്ല എന്നും സന്ദീപ് ഇവിടെ തുറന്നടിക്കുന്നു. അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാടുമെന്നും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് പറയുന്നുണ്ട്. വിവാഹിതയായിരിക്കെ രാഹുലുമായി ബന്ധമുണ്ടാക്കിയെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾക്കിടയിലാണ് യുവതിയുടെ മൊഴി വന്നത്. യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞതാണ് അടുപ്പം തുടങ്ങിയതെന്നും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഭർത്താവ് ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നുവെന്നും യുവതി പറഞ്ഞുവെന്നും ഇതേ തുടർന്നുണ്ടായ അനുകമ്പയാണ് സൗഹൃദമായി വളർന്നതെന്നും രാഹുൽ ഹർജിയിൽ വ്യക്തമാക്കി. അതേസമയം യുവതി ഭർത്താവിനൊപ്പമായിരുന്നു താമസിച്ച എന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് താൻ 4 ദിവസം മാത്രമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് എന്ന യുവതിയുടെ മൊഴി പൊളിഞ്ഞു വീണത്. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ച തീയതികൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളായിരുന്നു യുവതി പോലീസിന് നൽകിയ 20 പേജ് മൊഴിയിൽ ഉള്ളത്. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് യുവതി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിലും പാലക്കാടുള്ള രാഹുലിന്റെ ഫ്ളാറ്റിലും വച്ചായിരുന്നു പീഡനം. 2025 മാർച്ച് 4-നും ഏപ്രിൽ 22-നും തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. മാർച്ച് 17-ന് ഫ്ളാറ്റിലെത്തിയ രാഹുൽ മൊബൈൽ ഫോണിൽ തന്റെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തുവെന്നും ബന്ധത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മൊഴിയിലെ മറ്റൊരു വിവരം ഇങ്ങനെയാണ്: മെയ് 30-ന് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് തന്നെ കാണാനെത്തിയെന്നും കൈമനത്ത് വെച്ച ജോബിയുടെ കാറിൽ താൻ കയറിയെന്നും മൊഴി നൽകിയ യുവതി ഗർഭചിത്രത്തിനുള്ള മരുന്ന് ജോബിയുടെ പക്കലുണ്ടായിരുന്നുവെന്നും പോലീസിനോട് പറയുന്നുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം എന്നിവ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾക്ക് കടന്നിരിക്കവെയാണ് ചില നുണക്കഥകൾ ഇവിടെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്.